അഭിരാമി, അശ്വതി, നീ എന്താ ഇവിടെ? ഞാനിവിടെ അടുത്തെന്റെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ടായിരുന്നു. നീ എന്താ ഇവിടെ? ഞാനിവിടെ DL.Ed പഠിക്കുന്നു. നീ അന്ന് PGക്കോ LLBക്കോ എന്ത് ചേരുവെന്നല്ലേ അന്ന് പറഞ്ഞത്? പിന്നെന്താ ഇതിന് ചേർന്നത്? PG LLB ഒക്കെ പ്ലാൻ ചെയ്തതാ. പിന്നെ എല്ലാവരുടെയും ആഗ്രഹം ഒരു സർക്കാർ ജോലിയല്ലേ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് DL.Edനാ. നീ വാ, നമുക്ക് അകത്തോട്ട് നടക്കാം. സ്വസ്ഥതയുള്ള ഒരു സർക്കാർ ജോലിയല്ലേ ഇപ്പൊ എല്ലാവരുടെയും ലക്ഷ്യം. എന്റെ അഭിപ്രായത്തില് അതിന് ഏറ്റവും പറ്റിയ കോഴ്സ് DL.Edആ. 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സാ. പഴയ TTC ഒന്നും അല്ല. ഇപ്പൊ NCT അംഗീകരിച്ച 2 വർഷ ഡിപ്ലോമ കോഴ്സായിട്ടാണ് DL.Ed നടത്തുന്നത്. അത് മാത്രമല്ല, +2 ആണ് ഇതിന്റെ യോഗ്യത. ചെലവും കുറവാണ്, വർക്ക് ലോഡും കുറവാണ്. നമുക്ക് ഒരുപാട് അനുഭവ സമ്പത്തോടെ ഒരു നല്ല അധ്യാപികയായിട്ട് പുറത്തു വരാൻ പറ്റിയ നല്ല കോഴ്സാണ്. LDCയും ഗ്രാജുവേറ്റ് ലെവലും ഒക്കെ എത്ര ലക്ഷം പേരെ ഇപ്പൊ എഴുതുന്നത്. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മത്സരം കൂടുതലല്ലേ. ഇതാവുമ്പോൾ LP UP ടീച്ചർ ടെസ്റ്റ് എഴുതുന്നത് DL.Ed യോഗ്യതയുള്ളവരല്ലേ ഉള്ളൂ. കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലും കേന്ദ്രീയ വിദ്യാലയങ്ങളിലും ഒക്കെ അധ്യാപകരായിട്ട് പോകാൻ പറ്റിയ നല്ല കോഴ്സായത്. ഇതാണോ കോളേജ് ബിൽഡിംഗ്? അല്ല, ഇത് കോളേജിന്റെ ഹോസ്റ്റലാ. കേരളത്തിന്റെ മിക്ക ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ വന്ന് താമസിച്ച് പഠിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ക്യാമ്പസിന് നൈറ്റ് വാച്ച് ടവറും സൗകര്യമായിട്ട് ഇവിടെ ഉണ്ട്. രാത്രി സെക്യൂരിറ്റിയും ഒക്കെ ഉണ്ടാവും ഇവിടെ. ഇതാണ് കോളേജ്. ഇത് കോളേജിന്റെ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾ നിർമ്മിച്ചെടുത്ത ഒരു ചെറു വനമാണ്. മിയാവാക്കി എന്ന് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തിലെ എല്ലാ തരത്തിലുള്ള ഔഷധ സസ്യങ്ങളും മറ്റു വൃക്ഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തി ചെയ്തിരിക്കുന്നതാ. അശ്വതി, എന്റെ ഫ്രണ്ട്സ് ഇവരൊക്കെ വടക്കൂന്നുള്ളവരാ. എന്താ ഇത്ര ദൂരത്ത് നിന്ന് പഠിക്കാൻ? ഇവിടെ DL.Ed ഉണ്ട്, B.Ed ഉണ്ട്, M.Ed ഉണ്ട്. പിന്നെ നല്ല അധ്യാപകരാണ് ക്ലാസ് ഒക്കെ എടുക്കുന്നത്. പിന്നെ NAC അക്രഡിറ്റേഷൻ വരെ കിട്ടിയിട്ടുണ്ട് ഇവിടെ. അത് മാത്രമല്ല, ഇവിടെ IT ലാബ് ഉണ്ട്, പിന്നെ ലൈബ്രറി ഉണ്ട്, ക്യാൻറ്റീൻ ഉണ്ട്, പിന്നെ നല്ല പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ എന്തുകൊണ്ടത് ചൂസ് ചെയ്തുകൂടാ? എനിക്ക് ഒരു ബുക്ക് റിട്ടേൺ ചെയ്യാനുണ്ട്. നമുക്കെന്നാ ലൈബ്രറിയിലോട്ട് പോയിട്ട് കോളേജിനകത്ത് പോകും. വാ, നിങ്ങളും കൂടാ. ഇവിടെയാണ് കോളേജ് ഓഡിറ്റോറിയം. ഇവിടെ വെച്ചിട്ടാ സെമിനാറുകളും മറ്റും നടക്കുന്നത്. ഇവിടെയൊക്കെ ക്ലാസ് മുറികളാണ്. ഞങ്ങൾക്ക് ഇവിടെയൊക്കെ വെച്ചിട്ടാ ക്ലാസ് നടക്കുന്നത്. ഇതാണ് IT ലാബ്. ഇതാണ് പ്രിൻസിപ്പലിന്റെ റൂം. ഇതാണ് കോളേജിന്റെ ഓഫീസ്. ചേച്ചി 2 ചായ. നല്ല ചായ. ഇതേതാ ഒരു സ്കൂള്? ഇത് നമ്മുടെ മാനേജ്മെന്റിന്റെ തന്നെ സ്കൂളാ. 100 വർഷം പഴക്കമുള്ള എയ്ഡഡ് സ്കൂളാ. ഞങ്ങള് DL.Ed B.Edകാർക്കൊക്കെ ഇവിടെ പ്രാക്ടീസ്. എല്ലാം കൊണ്ട് സൗകര്യ, നല്ല ശാന്തതയും. പ്രാക്ടീസിന് അടുത്ത് തന്നെ സ്കൂളും ഉണ്ടല്ലോ. എനിക്ക് DL.Edന് ചേരാൻ എന്തൊക്കെയാ വേണ്ടത്? സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നോട്ടിഫിക്കേഷൻ വരാറ്. പത്രത്തിലും കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ സൈറ്റിലും ഒക്കെ വരും. ഇവിടെ വരുന്നതിന് അതൊന്നും വേണമെന്നില്ല. പിന്നെ ഇവിടെ നമുക്ക് ഓഫീസിൽ വന്ന് നേരിട്ടോ അല്ലെങ്കിൽ ഫോണിൽ ബന്ധപ്പെട്ടോ എപ്പോഴായാലും വന്ന് അന്വേഷിച്ചാൽ മതി. മാനേജ്മെന്റ് സീറ്റും മെറിറ്റ് സീറ്റും ഒക്കെ അവൈലബിൾ ആണ്.